ഭാവാഭിനയം തൊട്ട് വേണം നമ്മൾ പഠിക്കാൻ. അത് ഞാൻ പഠിപ്പിക്കാം. ഈ അഭിനയത്തിൽ പ്രധാനം എന്ന് പറഞ്ഞാൽ രസം എന്ന് പറഞ്ഞാൽ ശൃംഗാരം എന്ന് പറഞ്ഞാൽ ചെറിയ എന്നെ എഴുതി വെച്ചേക്കണ എന്താണ് ഭാവാഭിനയം. ഇത് പാവാഭിനയം എന്നല്ലേ എഴുതി വെച്ചേക്കണത്? അതെന്നാറിയോ? ലിപി തെറ്റിയതാ. ഏത് ലിപിയാണ് നിങ്ങൾ തെറ്റിച്ചത്? ലിപി തെറ്റിയത് അക്ഷരത്തിനാണ് ലിപി എഴുതുന്നതിനാണ് ലിപി എന്ന് പറയുന്നത്. ഒന്നും മിണ്ടാതിരിക്കും ചേട്ടാ, ഞങ്ങൾ പഠിച്ചോട്ടെ, പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ പറഞ്ഞു വന്നത് രസങ്ങളിൽ പ്രധാനമുള്ള രസമാണ് രാജരസമാണ് ശൃംഗാരം. ശൃംഗാരം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചേഷ്ടകളും ചെറിയ ഡയലോഗുകളൊക്കെ ഇട്ട് അയ്യോ മീശ. ഇതെവിടെ കിട്ടും ഈ മത്സ്യം? മത്സ്യം ഈ ബീമത്സ്യം എന്ന് പറഞ്ഞ മത്സ്യം മത്സ്യമല്ല, ഭീമത്സ്യം. അതൊരു രസമാണ്. എഴുതി വെച്ചേക്കണ ബീമത്സ്യം എന്നാണ്, കണ്ടില്ലേ? അതെന്നറിയോ? ഇത് എഴുതിക്കൊണ്ട് നമ്മൾ മീൻകാരൻ വന്ന് ഹോൺ അടിച്ചു. അപ്പം വായിക്കുമ്പോ ബീമത്സ്യം നിങ്ങൾ വായിച്ചാ മതി. അങ്ങനെ പറ്റും, അത് ഞങ്ങൾ വായിച്ചോളാം. പക്ഷെ ഈ രസത്തിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യയുടെ പേര് എഴുതി വെക്കേണ്ട ഭാര്യയുടെ പേരോടെ ശാന്ത. അയ്യോ, ശാന്തയല്ല അത്. പിന്നെ ശാന്തം രസമാണ്. ശാന്തം ശാന്തയുടെ അമ്മിടാൻ മറന്നുപോയി. അമ്മിടാണ്ടാണോ ശാന്തൻ ഇങ്ങനെ കൊണ്ട് നിർത്തുന്നത്? അയ്യോ, ശാന്ത ഇത്ര നേരം അമ്മിടാതെ നിൽക്കുമായിരുന്നു. ഞാനിടാതെ ശാന്ത എങ്ങനെ അമ്മിടും? തന്നെ ഇടാൻ അറിയാവോ? ഞാനിടാം. ശാന്ത അപ്പൊ ശാന്തമായില്ലേ? ശാന്തം. അല്ല മാഷേ, അപ്പൊ നമുക്ക് ഇതറിഞ്ഞല്ലോ, എന്നെ അഭിനയം പഠിപ്പിക്കും മാഷേ. എന്നെ അഭിനയം പഠിപ്പിക്കാൻ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് പ്രത്യേക രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. അതായത് അഭിനയമല്ല, ബിഹേവിയർ. സിറ്റുവേഷൻ അനുസരിച്ച് പ്രതികരിക്കുക. ചുമ്മാ വാരിക്കോരി അഭിനയിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാനൊരു സിറ്റുവേഷൻ തരും. പേരെന്താന്ന് പറഞ്ഞാൽ ഉഷ. അതിനൊന്ന് ബിഹേവ് ചെയ്ത് കാണിക്കാം. ഉഷ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ പതിവില്ലാതെ മുറ്റത്ത് ഒരാൾക്കൂട്ടം. അത് ചിലപ്പോൾ അയൽക്കൂട്ടായിരിക്കും. ഇപ്പോൾ അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് ആണെന്ന്. ലിങ്കേജ് ലോൺ അടച്ച് ഞാൻ മടുത്തു. പൊന്നിയേട്ടാ, ഇത് അഭിനയത്തിന്റെ കാര്യം. അതായത് അപ്പൊ വീട്ടിലേക്ക് വരുന്നു പതിവില്ലാതെ ആൾക്കൂട്ടം. അപ്പൊ ഉഷ ചോദിക്കുന്നു അയൽക്കാരനോട്, എന്താ ചേട്ടാ ഇവിടെ ഒരാൾക്കൂട്ടം? അപ്പൊ അയൽക്കാരൻ പറയുന്നു, ഉഷേ നിന്റെ അച്ഛൻ മരിച്ചു. അപ്പൊ ഉള്ള ഇതുണ്ടല്ലോ, ആ സങ്കടം, അത് ഒന്ന് ബിഹേവ് ചെയ്ത് കാണിക്കും ആ സിറ്റുവേഷൻ അനുസരിച്ച്. ഓക്കെ, റെഡിയാണല്ലോ? ആക്ഷൻ. എന്താ ചേട്ടാ ഇവിടെ ഒരാൾക്കൂട്ടം? ഉഷയുടെ അച്ഛൻ മരിച്ചു. ഉഷേ, എന്നത് ഈ കുടഞ്ഞു കളയണത്? അല്ല, ഇങ്ങനെ അച്ഛനെ വിളിച്ചപ്പോ ഇങ്ങനെ കരഞ്ഞപ്പോ വിരലൂരിപ്പോകും കേട്ടോ ഇങ്ങനെ ഇട്ട് കുടഞ്ഞാൽ. ഇതെന്താണ്? ഓവർ ആക്ടിംഗ് ആണ്. എന്താണ് ഉഷയെ കാണിക്കുന്നത്? ബിഹേവിംഗ് മതി. ഒരു സംഭവം ഞാൻ ബിഹേവ് ചെയ്ത് കാണിച്ചു തരാം. ഒറ്റ അവസരം എനിക്ക് തരും, ഞാൻ ബിഹേവ് ചെയ്യാം. പിന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. മീശക്കം നാടകത്തിന് പോലീസ് കലാമേളയ്ക്ക് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു ആക്ഷൻ പറയാമോ? ഉഷേ, എന്താണ് ഇവിടെ ഒരു ആൾക്കൂട്ടം? അച്ഛൻ മരിച്ചു ചേട്ടാ. പക്ഷേ നിങ്ങളുടെ അച്ഛനും പുള്ളിയും തമ്മിൽ എന്തെങ്കിലും ഉടക്കും? എന്നിട്ടാണോ പുള്ളി ഡെഡ് ബോഡി നോക്കി കൊഞ്ഞനെ കുത്തുന്നത്? കൊഞ്ഞനെ കുത്തിയതല്ലെന്നു. എന്റെ സങ്കടം ഞാൻ കരയാതെ ഞാൻ കടിച്ചമർത്തിയതാണ്. എന്തിനു കടിച്ചമർത്താൻ? സാധനം പൊട്ടിക്കഴിഞ്ഞുകൂടെ? ഈ മീശ വെച്ച് ഞാൻ കരഞ്ഞ നാട്ടുകാർ ചിരിക്കും, മാറിപ്പോവും. വേണ്ട വേണ്ട, ഇത് ചുമ്മാ ഓവർ ആക്ടിങ്. ഞാൻ പറഞ്ഞില്ലേ ബിഹേവിംഗ് മതി. ഒരു പണി ഞാനൊന്ന് ബിഹേവ് ചെയ്ത് കാണിച്ചാൽ കണ്ടൊന്ന് പഠിക്കാവോ? ആയിക്കോട്ടെ. മീശ ഒരു ആക്ഷൻ പറ. ആക്ഷൻ. ജോലി കഴിഞ്ഞ് വരുന്നു. പക്ഷേ എന്താണ് ഇവിടെ ഒരാൾ കൂട്ടം? സോറി അച്ഛാ, ഉഷയുടെ അച്ഛൻ മരിച്ചു. മാളോരേ, ഉഷയുടെ അച്ഛൻ മരിച്ചു. ഇതാണോ ബിഹേവിങ്? ഇത് ഓവർ ആക്ടിങ്. ഇങ്ങനെ ചെയ്യരുതും. അത് ഞാൻ കാണിച്ചു തന്നാണ് നിങ്ങൾക്ക്. ഞങ്ങളെ പഠിപ്പിച്ചാണത്. നമുക്ക് ഇതാണ് കരുണം. ഇനി നമുക്ക് പഠിക്കേണ്ട പ്രധാന രസമാണ് ശൃംഗാരം. അഭിനയിച്ച് ഫലിപ്പിക്കാൻ പാടുള്ള ഒരു സംഭവമാണിത്. റൊമാൻസ്. പക്ഷേ ഞാൻ റൊമാൻസ് അഭിനയിക്കാൻ പഠിപ്പിക്കാം. അതായത് വിവാഹത്തിന്റെ പിറ്റേ ദിവസം ഭർത്താവ് നേരെ ജോലിക്കായി ഗൾഫിലേക്ക് പോവുകയാണ്. അവൻ എന്തിനാണ് പിന്നെ കല്യാണം കഴിക്കാൻ പോയത്? ഒരാഴ്ച പോലും ലീവ് കിട്ടാത്തവൻ കല്യാണം കഴിക്കരുത്. എന്നിട്ട് നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോ ആര് കാണൂന്നാ പറയുന്നത്? 10 വർഷം കഴിഞ്ഞ് ഭാര്യ കണ്ണിൽ എണ്ണ ഒഴിച്ച് വീട്ടിൽ കാത്തിരിക്കുന്നു. റയർ കേസാണ് കേട്ടോ. എന്റെ സർവീസിൽ എന്നോട് കേസ് ഞാൻ കേട്ടിട്ടില്ല. ചേട്ടാ, ഇത് കഥയാണ്. കഥയിലങ്ങൊന്നും പറയാൻ പാടില്ല. 10 വർഷത്തിന് ശേഷം കാണുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയം, ആ റൊമാൻസ്. മനസ്സിലോ?
റൊമാൻസ് ചെയ്യുമ്പോ ഒരു ഭർത്താവായിട്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ എനിക്കത് നന്നായിട്ട് ഓപ്പോസിറ്റ് ചെയ്യാം. ഭർത്താവ് നിൽക്കുമല്ലേ? അയ്യോ എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് റൊമാൻസ് ശരിയാവത്തില്ല. എന്റെ മീശ കാരണം ഞാൻ റൊമാൻസ് ചെയ്ത ആൾക്കാർ മാഷറിയോ, ഈ മീശ കാരണം എനിക്കൊരു ഉമ്മ പോലും കൊടുക്കാൻ പറ്റുന്നില്ല. എടി നിനക്ക് ഒരു ഉമ്മ പോലും കൊടുക്കാൻ ഉമ്മ കൊടുക്കാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുമ്പോ ഇവർക്ക് തുമ്മലാണ്. ശരിയാണ് മാഷ. ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യം. അതാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടൻ ഈ റൊമാൻസ് എന്നൊരു സാധനം വരത്തില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര റൊമാൻസാ. അപ്പൊ പ്രതീക്ഷക്ക് വകയുണ്ട്. അഭിനയത്തിൽ നല്ലൊരു ഭാവിയുണ്ട്, ആ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ ഭർത്താവായിട്ട് ആരെ ഭർത്താവായിട്ട് തൂണ് പോലെ നിങ്ങൾ നിൽക്കണം, നിങ്ങൾക്ക് അഭിനയിക്കാൻ പാടില്ലേ? ഞാനോ? നിങ്ങൾ ഒന്ന് അഭിനയിക്കാൻ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് പ്ലീസ്. ഞാൻ അഭിനയിച്ചാൽ അത് ശരിയാത്തില്ല. ഞാൻ മാസല്ലേ സ്റ്റേഷനിലെ പ്രദീപിനെ വിളിക്കാം. കൈവിട്ട് പോവാണോ? പ്രദീപ് അവിടെ നിന്ന് വരുമ്പോൾ മണിക്കൂറുകൾ എടുക്കും. അതിനു മുമ്പ് എനിക്ക് ഉഷയെ റെഡിയാക്കി എടുക്കണം. നടിയാക്കി എടുക്കണം. അത് വേണം, നടിയാക്കി എടുക്കണം. കാരണം ഞാൻ ഇതായിട്ട് ചെയ്യാം. അറിയാലോ ഉഷേ, 10 വർഷത്തിന് ശേഷം കാണുവാണ്. ആ 10 വർഷത്തെ റൊമാൻസ് വാരി വിതരണം. ഞാനാണെ പിടിവിട്ട് വരുവാ. പിടിവിട്ട് വരുവാന്നോ? എയർപോർട്ടിൽ നിന്ന് വണ്ടി പിടിവിട്ട് വരുവാ. വിട്ടോ, കുഴപ്പമില്ല. ഹലോ മിഷ, ഒരു ആക്ഷൻ പറയാമോ? ആക്ഷൻ. പക്ഷേ 10 വർഷത്തിന് ശേഷം. അതെ ചേട്ടാ. എത്ര നാളായി നമ്മൾ. സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു അതിക്രമം ഞാൻ വെച്ച് ഉറപ്പിക്കത്തില്ല. അന്യ സ്ത്രീകളുടെ ദേഹത്ത് തൊട്ടവന്റെ വെട്ടേണ്ടത് വിരലല്ല. പറയാൻ നിങ്ങൾ റൊമാൻസ് ചെയ്യൂ പ്ലീസ്. എന്താണിത്? അവളെ പഠിപ്പിക്കൂ. ഓളൂടെ പറഞ്ഞതേ ഈ വെട്ടേണ്ടത് വിരലല്ല, വേറെ എന്തോന്ന് പറഞ്ഞില്ല, അത് ഉള്ളതാണ്. വെട്ടുമല്ല, വെട്ടി നുറുക്കി ഞാൻ വരല്ല സ്ത്രീകളുടെ ദേഹത്ത് തൊട്ടാൽ. എന്താ പിന്നെ റൊമാൻസ് വേണ്ട? റൊമാൻസ് പഠിപ്പിക്കണം. ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഒരു പരിപാടി നടക്കത്തില്ല. മീശനെ പായിക്കണം. എന്നാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്നത്തിന് ഇപ്പൊ ട്വിസ്റ്റ്? എനിക്കൊന്ന് സൂഹിക്കാൻ. കഥ സീനിനൊരു സുഖം വരാൻ വേണ്ടിട്ട്.